Hi, Namaste, welcome back viewers, welcome back to my channel Ninja. ഇന്നത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും അതേപോലെ ക്രൂഡ് ഓയിലിൻ്റെ മൊമെൻ്റ് ആണ്. വൺ സൈഡ് മൊമെൻ്റ് പോയ മാർക്കറ്റാണ് നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും. മോർണിംഗിൽ ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അടിച്ചു കയറുകയാണ് ചെയ്തിരുന്നത്. ക്ലോസിംഗ് ലെവൽ വരെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം സോഫ്റ്റ് പറഞ്ഞു തന്നിരുന്നു. കാരണം ബൈ തന്നെയാണ് കണ്ടിന്യൂഷൻ പോയത്. നമ്മുടെ സോഫ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ട് പോകുന്ന അപ്പ് ഡൗൺസ് തിരിച്ചറിയാം, ആക്യുറേറ്റ് ട്രേഡ് എവിടെ എടുക്കണമെന്ന് മനസ്സിലാക്കും, സ്ട്രോങ് ബ്രേക്ക് ആണെന്ന് മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ് 8.1 വേർഷനിൽ. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ ലേറ്റസ്റ്റ് വേർഷനിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ബാർ ചാർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് 8 ടൈപ്പ് സ്ട്രാറ്റജീസ് ഉണ്ട്. ബാർ ചാർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സൈഡ് വേസ് ഇൻഡിഫിക്കേഷൻ എക്സ്ട്രാ കളർ വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് എത്രത്തോളം ഹോൾഡ് ചെയ്യാം, നമുക്ക് വൺ സൈഡ് മൊമെൻറ്റ് പോകുന്ന മാർക്കറ്റുകളൊക്കെ നമുക്ക് ഹ്യൂജ് റിട്ടേൺസ് എടുക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ലൈവ് മാർക്കറ്റിൽ കറക്റ്റ് ബ്രേക്കൗട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. നമ്മുടെ സോഫ്റ്റിൽ അങ്ങനെയാണ് ഇൻഡിക്കേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് ലൈവിൽ കാണാൻ സാധിക്കും. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ ക്രൂഡ് ഓയിലിൻ്റെ മൊമെൻറ്റ് ഇപ്പം സ്കാൽപ്പിങ്ങിന് വന്ന ട്രേഡാണ് ഇപ്പോൾ നടക്കുന്നത്. ലാസ്റ്റ് വന്ന് സെയിൽ ചെയ്യുന്ന അപ്രോക്സിമേറ്റ് നമ്മൾ 2 ടാർഗറ്റ് അടിച്ച് 17 പോയിന്റ് മാർക്കറ്റ് ഇറങ്ങി. ഇപ്പോഴും റീ എൻട്രി തന്നു, നമുക്ക് മാർക്കറ്റ് പിന്നെ ഇറങ്ങുന്നു. അതിന് മുമ്പ് പോയ ബൈയിൽ നമുക്ക് ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ അതേപോലെ പോർഷനിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രൂഡ് ഓയിൽ എപ്പോഴും 15 മിനിറ്റ്സ് ആണ് കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ 5 മിനിറ്റ്സിൽ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ട്രേഡുകൾ പിടിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് കാണിച്ചാൽ ഇന്ന് ക്രൂഡ് ഓയിലിൽ പോയ 2 ട്രേഡ്, മോർണിംഗിൽ വന്ന 2 ട്രേഡുകൾ, മോർണിംഗിൽ വന്ന ട്രേഡും അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2-2.15 കഴിഞ്ഞ ശേഷം വന്ന ട്രേഡുമാണ് കാണിക്കുന്നത്. അതിനകത്ത് സോഫ്റ്റ്വെയർ എങ്ങനെ വർക്കൗട്ട് ചെയ്തു, ഇതിനകത്ത് എങ്ങനെ എക്സിറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ സിമ്പിളായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ് ഇതിനകത്ത്. ഇപ്പം നമുക്ക് ക്രൂഡ് ഓയിൽ എപ്പോഴും 15 മിനിറ്റ്സ് ആണ് വെക്കേണ്ടത്. 5 മിനിറ്റ് സ്കാൽപ്പിംഗ് ആണ്. അപ്പം നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ആയ ശേഷം രാവിലെ ബൈ വന്നു. അത് കഴിഞ്ഞ് പിന്നെയും നമുക്കൊരു ബൈ ഇൻഡിക്കേഷൻ പിന്നെയും തന്നിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 2:19 2:20 ആയപ്പോഴാണ് നമുക്ക് സെൽ ഇൻഡിക്കേഷൻ തന്നത്. ആ സെൽ ഇൻഡിക്കേഷൻ തന്ന സമയത്ത് നമുക്ക് 5961 സെൽ എടുക്കാൻ പറഞ്ഞു. ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ എടുക്കാമെന്ന്, കാരണം ഓൾറെഡി റെഡിലേക്ക് കടന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് താഴത്തെ സോൺ ലെവൽ മാറിയതും ക്യാൻഡിൽ കളർ മാറിയതും. അവിടുന്ന് ആ കൺഫർമേഷൻ വന്ന ലെവലിൽ തന്നെ നമുക്ക് ആക്ച്വലി താഴത്തോട്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ലെവലും കൺഫേം ആയതിനു ശേഷം സിഗ്നൽ വന്നുകൊണ്ട് അവിടെ തന്നെ എടുക്കാം. പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. 2 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. 61 എടുത്തിട്ട് 50 പോയി 541 വരെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന 43 ആണ്. പക്ഷെ നമുക്ക് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഒരു അപ്രോക്സിമേറ്റ് 18 പോയിന്റ്സ് 20 പോയിന്റ്സിനടുത്ത് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും 3rd ടാർഗറ്റ് ഇപ്പോഴും പെൻഡിങ് ആണ്. ഇപ്പോഴും അത് ഹോൾഡ് ചെയ്യാൻ തന്നെ പറഞ്ഞിരിക്കുന്നു. ധൈര്യമായിട്ട് നമുക്ക് സെല്ല് ഹോൾഡ് ചെയ്യാം. എക്സ്ട്രാ കളർ വന്നാൽ മാത്രം കട്ട് ചെയ്ത് വിട്ടാൽ മതി. എക്സ്ട്രാ കളർ വരുന്നതിന് മുമ്പ് നമുക്ക് ട്രെൻഡ് നമുക്ക് മിനിറ്റ് വൈസ് ചാർട്ടിലൊക്കെ റിവേഴ്സ് ആവാൻ സാധിക്കും. നമുക്ക് ഇവിടെ കാണിച്ചു തരും. ഇപ്പം നടക്കുന്ന ബിയറിഷ് ആണ്. അപ്പോൾ തിരിച്ചൊരു മാർക്കറ്റിൽ കയറാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ബുള്ളിഷ് വരും. അപ്പോൾ അവിടെ നമുക്ക് അറിയാൻ പറ്റും മാർക്കറ്റ് ഒന്ന് ചെറുതായി കയറാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്തിടാം. അല്ലെങ്കിൽ നമുക്ക് ഈ പോർഷൻ ധൈര്യമായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ കളർ ഓറഞ്ച്, ബ്ലൂ അതുപോലത്തെ എക്സ്ട്രാ കളർ നമുക്ക് എക്സിറ്റ് ചെയ്യാനുള്ള സിമ്പിളാണ്. അപ്പോൾ ഇതിനു മുമ്പ് വന്ന ബൈ നമുക്ക് 5170 എടുത്തത് മാർക്കറ്റ് നല്ല രീതിയിൽ നമുക്ക് മാർക്കറ്റ് മേലെ കയറി 94 വരെ പോയിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു ബ്ലൂ കളർ വന്ന് ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് ഇറങ്ങാൻ തുടങ്ങിയത്. അവിടെ ഇൻഡിക്കേഷൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഡൗൺ സൈഡ് പോകുന്നുള്ള ഇൻഡിക്കേഷൻ നമുക്ക് അവിടെ തന്നിട്ടുമുണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്കും ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം മാർക്കറ്റ് ചെറുതായിട്ട് ഇറങ്ങിയതിന് ശേഷമാണ് ബാങ്ക് നിഫ്റ്റിന്ന് കയറിയിരിക്കുന്നത്. ഇവിടുന്ന് റെസിസ്റ്റൻസ് ഇവിടുന്ന് മാർക്കറ്റ് കയറാൻ തുടങ്ങിയപ്പോൾ കുറച്ച് നേരം നമുക്കവിടെ മൊമെന്റ് ഇല്ലായിരുന്നു. അതിനുശേഷം അപ്രോക്സിമേറ്റ് നമുക്ക് 12 മണിക്ക് ശേഷം പോയി ബ്രേക്ക്ഔട്ട് നല്ലൊരു ഹ്യൂജ് റെസിസ്റ്റൻസ് കട്ട് ചെയ്തു. അവിടുന്ന് പിന്നെ നല്ലൊരു ബ്രേക്ക് ആയിരുന്നു. അവിടുന്ന് നല്ല രീതിയിൽ അടിച്ചു കയറി 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ നിഫ്റ്റിക്കാണെങ്കിലും ഗ്യാപ്പിൽ ഓപ്പൺ ആയ ശേഷം പിന്നെ മാർക്കറ്റ് ആദ്യം ഒന്നും വോളിയം ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് 12 മണിക്ക് ശേഷമാണ് ഒരു വോളിയം വന്നത്. നല്ലൊരു വോളിയം വന്ന് നല്ല സ്ട്രോങ് ബ്രേക്ക് ആണ് അവിടെ റെസിസ്റ്റൻസിനെ കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുന്ന് കയറിയിട്ടുണ്ട്. നല്ല റിട്ടേൺസ് ആണ്. 3 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൺസേൺഡ് പ്രീമിയവും നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. ഇവിടെ വ്യൂവിൽ സിമ്പിൾസ് ഇപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ആ പ്രീമിയം ചാർട്ട് നമുക്ക് ഏത് പ്രീമിയമാണോ എടുക്കേണ്ടത് അതിവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിഫ്റ്റി ഓപ്ഷനിലേക്ക് പോവുക. നിഫ്റ്റി ഓപ്ഷനിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഏത് പ്രീമിയം ആണോ നമുക്ക് കൺസേൺഡ് പ്രീമിയം അവിടെ ആഡ് ചെയ്യാം. അതിനും സിഗ്നൽസും നമുക്ക് അവിടെയും കിട്ടുക. അപ്പോൾ ഇതേപോലെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം ലൈവിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്താൽ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.